ലളിതേച്ചി, ലളിതേച്ചി, ആശേ, ചേച്ചി. എന്താ ചേച്ചി? എടി ലളിതേച്ചി അവിടെ ഇല്ലേ? ഇല്ല, അമ്മ ശങ്കുണ്ണി കോളേജിന്റെ വീട്ടിൽ പോയി. അപ്പൊ ആശയോ? നാത്തും വെളിയിലോട്ട് പോയി. എന്താ ചേച്ചി കാര്യം? എന്താ അത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടി. വലിയ ഷോ ഇറക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യത്തില്ല, അല്ലെന്നാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എന്റെ പൊന്നെ, എന്റെ ഒരു തൂക്കുപാത്രം അവിടെ ഉണ്ട്, അതൊന്നും എടുത്തു തരാൻ പറ്റുമോ? തൂക്കുപാത്രോ? ഇതാ പറഞ്ഞോ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്. എന്റെ പൊന്നെ ചേച്ചി, ഇവിടെ തൂക്കുപാത്രം ഒന്നും ഇല്ല. ഓഹോ, ആര് പറഞ്ഞു അവിടെ ഇല്ലാന്ന്? ഉത്തമന് പനിയായിരുന്നപ്പോഴേ ആ പാത്രമില്ല ഞാൻ കഞ്ഞി കൊടുത്തു വിട്ടത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ അമ്മ വരുമ്പോ എടുത്തരാ ചേച്ചി. അയ്യോ, ഒന്നും പറ്റത്തില്ല, നീ ഇങ്ങ് എടുത്തിട്ട് വന്നേ. സൂരൻ ചേട്ടന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുവാ, ഇനി കഞ്ഞി കൊടുത്തു വിടാനുള്ളതാ. അത് ചേച്ചി അവിടെ ഉള്ള ഏതെങ്കിലും വാഴയിലിൽ പൊതിഞ്ഞു കൊടുത്തു വിടും. വാഴയിലയില് കഞ്ഞി? നിനക്ക് എന്തടി വയ്യേ? എനിക്ക് അറിഞ്ഞൂടാ എവിടെ ഇരിക്കുന്നതെന്ന്. നീ ഒന്ന് പോയി നോക്കിക്കേ, അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ നിക്കാം, പെട്ടെന്ന് പോയിട്ട് വാ. അവിടെ നിക്കണ്ട, പൊക്കോ, ഞാൻ വിളിക്കാം. ഇല്ല ഇല്ല, എനിക്ക് ഇപ്പൊ കഞ്ഞി കൊടുത്തിട്ടുള്ള ആളോ നിക്കോ, നീ പോയിട്ട് വന്നേ പെട്ടെന്ന്. പിന്നെ അവിടെ നിക്ക്, ഇപ്പൊ വരാം. ഇതല്ലോ അപ്പച്ചി, തൂക്കുപാത്രമാണ് തപ്പുന്നത്. ഇതല്ലേ? ഇതിപ്പോ എവിടെ പോയി തപ്പും ദൈവമേ? ഇതാണോ? ഇതും തൂക്ക്? അതല്ല, തൂക്കുപാത്രം. അയ്യോ, ഇത് ഏതായിരിക്കും ആ പാത്രം? എനിക്കറിഞ്ഞൂടെ ഏത് പാത്രം. തൂക്കുപാത്രം ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഒരു പാത്രം. അപ്പച്ചിക്കേ അടുക്കള കയറാത്തോണ്ടേ പാത്രത്തിനെ പറ്റി വലുതായിട്ട് അറിയില്ലേ. ഡി എന്നെ ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കാനാണ് നിന്നെ വിളിച്ചോണ്ട് വന്നത്, അല്ലാതെ എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് വിളിച്ചോണ്ട് വന്നതല്ല. അല്ല, തപ്പ മര്യാദക്ക് തപ്പിയാ മതി. അങ്ങോട്ട് നിന്നെ വിളിക്കുന്ന സമയത്ത് കണ്ണനെ വിളിച്ചാ മതിയായിരുന്നു. ആരെ? കണ്ണനെ. കണ്ണൻ നല്ല ബെസ്റ്റ് ആളാണ്, ഒരു തൂക്കുപാത്രമൊക്കെ നന്നായി അറിയായിരിക്കും, കൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നിന്നൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. കണ്ണനോ? ബെസ്റ്റ്. ഇത് പാത്രമല്ല, ഇതല്ലല്ലോ. അതല്ല ഞാൻ ആലോചിക്കുന്നേ. അങ്ങോട്ട് മാറി. അച്ഛൻ എപ്പോഴാ പനി വന്നേ? എപ്പോഴാ പനി വന്നതെന്ന് ഓർമ്മയില്ല. എന്തായാലും ചേട്ടന് പനി വരികയും ചെയ്തു. സിന്ധു ചേച്ചി കഞ്ഞി കൊടുത്തായിരുന്നു. അപ്പൊ പാത്രം ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. അങ്ങോട്ടങ്ങാണ്. അല്ല അപ്പച്ചി, എനിക്കൊരു ഡൗട്ട്. ചിലപ്പോ അച്ഛന്റെ റൂമിൽ എങ്ങാനും കാണൂ. എടി, പനി കഴിഞ്ഞ് ഇത്രയും ദിവസം ആയില്ലേ, അപ്പോഴും ഇത്രയും ദിവസം അവിടെ വെച്ചോണ്ടിരിക്കോ തൂക്കുപാത്രം? അല്ല, എന്നാ കാണൂലല്ലേ? കാണത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ചേട്ടന്റെ റൂമിൽ പോയി എന്തായാലും നോക്കാം. ഇനി അവിടെ കാണും ഇരിപ്പുണ്ടെങ്കിലോ. കുന്തം പോയ കുടത്തിലും തപ്പണം എന്നാണല്ലോ. അല്ല അപ്പച്ചി, ഈ കുന്തം എങ്ങനെ കുടത്തി വരും? ഞാൻ ഈ കുന്തത്തിനെ ഒടിച്ച് മടക്കി കുടത്തിന്റെ അകത്ത് വെച്ച് അപ്പൊ കുടത്തിന്റെ അകത്ത് വരും. വേണ്ട, വെള്ളം വേണം നിനക്ക്. വെള്ളം കൂടി, വെള്ളം. ഇങ്ങനെ മണ്ണത്തരം ഡൗട്ട് ചോദിച്ചിട്ടാണ് നിനക്ക് ചുമയൊക്കെ വരുന്നത്. പോയി തപ്പി എടുത്ത് കൊടുക്കട്ടെ. വെച്ചിട്ട് പാടി. അല്ല അല്ല, ഇത് സിന്ധു ചേച്ചിയെ, സിന്ധു ചേച്ചി, സിന്ധു ചേച്ചി. എന്താടി? എന്നാ പാത്രം? പാത്രം കിട്ടില്ല, കുറെ നേരം കൊണ്ട് നോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇതെന്റെ പാത്രമൊന്നുമല്ല. അതല്ലേ, നോക്കിക്കേ ശരിക്ക്. പൊന്നിട്ട് പാത്രം, ഇത് പട്ടപാത്രം, എന്റെ തൂക്കുപാത്രമല്ലേ? ചേച്ചി, ഞാൻ ഇവിടെ മൊത്തം തപ്പി ചേച്ചി, ഈ പാത്രമേ ഉള്ളൂ. ഇതെന്തോ വർത്താനം പൈങ്കിളി? ഞാൻ എങ്ങനെ കഞ്ഞി കൊടുത്തു വിടും? ഒന്നുമില്ല ചേച്ചി, ഇതിനകത്ത് കഞ്ഞി ഒഴിക്കണം. എന്നിട്ടൊരു കവറിനകത്തിട്ട് അത് തൂക്കി പിടിച്ചങ്ങ് കൊണ്ടുപോകാലോ. ദേഷ്യം പിടിപ്പിക്കല്ലേ, എന്റെ പാത്രം എടുത്തിട്ട് വന്നേ നീ. ചേച്ചി, ചേച്ചി ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഇതാ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കൊടുത്തതെന്നാ. അപ്പുറത്താണോ ലളിത ചേച്ചിയും മുത്തമ്മനൊക്കെ ഇരിക്കുന്നത്? എന്റെ ചേച്ചി, ഞാൻ ഇനി ഈ വീട്ടിൽ ഒരു സ്ഥലമില്ല അരിച്ചു പെറുക്കാൻ വേണ്ടി. ഇവിടെ അങ്ങും ഇല്ല. നീ ഇനി എന്തെങ്കിലും ചോദിച്ചിട്ട് വാ, ഞാൻ തരാവേ. ചിരട്ടയിൽ തരും നിനക്ക് കഞ്ഞിയും കറിയുമല്ല. ചേച്ചി, ഇതെന്തോ വർത്താനോ ചേച്ചി പറയുന്നത്? പറയുന്ന കേട്ടാ തോന്നുന്നു അവിടുന്ന് ഞങ്ങൾ പാത്രമല്ല വാങ്ങിച്ചോണ്ട് ഇവിടെ വെളിയിൽ കൊണ്ടുവന്ന് വിൽക്കുവാന്ന്. എനിക്ക് സംശയമുണ്ട്. എന്റേത് കുറഞ്ഞ 20 പാത്രങ്ങൾ നിങ്ങളെ വീട്ടിൽ കാണും. 20 പാത്രോ? ഞങ്ങളുടെ വീട്ടിൽ മൊത്തത്തിലില്ലല്ലോ 20 പാത്രം. പിന്നെ അതുകൊണ്ടാണല്ലോ എന്റെ പാത്രം എല്ലാം ഇസ്കി കൊണ്ടുപോകുന്നത്. വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. ഇവിടെ അങ്ങും ഇല്ല എന്തായാലും നിങ്ങളുടെ പാത്രം. എന്തുവാടി? അപ്പൊ എന്റെ പാത്രം നിനക്ക് ദാനം തന്നതോ ഞാൻ നിനക്കല്ല? ചേട്ടാ, ദാനം തരാൻ വേണ്ടിട്ട് എന്തുവാ ഇത്? ഒരു പാത്രമല്ലേ, പാത്രം ഇവിടെ ഇല്ല. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ കഞ്ഞി കൊടുത്ത് വിടാൻ വേണ്ടിട്ട്? വേറെ ഒന്നും ഇല്ല, എന്റെ തന്നാ മതി മര്യാദക്ക് നീ. കഞ്ഞി അങ്ങനെയാണെങ്കിൽ കുമ്പിള് കുത്തി വിടുവോ? എടുത്തിട്ട് വാടി എന്റെ പാത്രം. ഞാൻ കുറെ നേരം കൊണ്ട് ക്ഷമിക്കോ. ഞാൻ ചേച്ചിനോട് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ അമ്മ വന്നിട്ട് എടുത്തു തരാമെന്ന്. എനിക്ക് ഇപ്പൊ തന്നെ വേണം. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്താടി, എന്താ പ്രശ്നം? എന്താ സിന്ധു ചേച്ചി? നീ വന്നോ? എടി ആശേ, എന്റെ തൂക്കുപാത്രം ഉണ്ട്, മര്യാദക്ക് എടുത്തിട്ട് വന്നേ.
ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഏത് തൂക്കുപാത്രം? എന്റെ പൊന്നു നാത്തു എനിക്ക് അറിഞ്ഞുകൂടാ. അവരാണെ അവിടുന്ന് എന്തെങ്കിലും കരിച്ചതും പൊരിച്ചതോ ഏതെങ്കിലും പാത്രത്തിൽ കൊടുത്തു വിടും. എന്നിട്ട് ആ പാത്രം കണ്ടില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. പൈങ്കിളി അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ കൊടുത്ത പാത്രം ചോദിച്ചിട്ടുള്ളൂ തിരിച്ച്. കണ്ട കൊടുത്ത പാത്രം. ചേച്ചി ഞാനത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ചുതരാം. ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്റെ പൊന്നാശയെ നിന്നെ സമ്മതിക്കണം. പെണ്ണുപിള്ള എന്റെ വായിക്കുന്ന കേട്ടാലുണ്ടല്ലോ. എടി എടി എന്റെ പാത്രം മേടിച്ചിട്ട് എന്നെ പറയുന്നോടി നീ പറയുന്ന കേട്ടാന്നൊന്നും ഞാനാ വാങ്ങിച്ചത് ഇവരുടെ പാത്രം. ഓ എന്റെ പൊന്നു കൊച്ചു അങ്ങോട്ട് വന്നാലുണ്ടല്ലോ പൈങ്കിളി. ചാടി വാ ഞാനും കാണാലോ. എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങി. എന്റെ പാത്രം ഓടിച്ചിട്ട് നിനക്ക് നാണം ഉണ്ടോടി എന്റെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ പറയാൻ എന്റെ അടുത്ത്? എന്റെ ചേച്ചി ഞങ്ങൾ പാത്രം കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ വേറെ മേടിച്ചാൽ ഒന്നും മിണ്ടായിരിക്കോ? ആശ എനിക്ക് ഇപ്പൊ വേണം കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാ. മുട്ടി നിൽക്കുന്ന ഇവിടെ പാത്രം ഞാൻ കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ പെണ്ണെ മര്യാദയ്ക്ക് അടങ്ങി നിർത്തിക്കോ ശാശേ. ഇതിലൊരു ഫോട്ടോ, ഇതിലൊരു ഫോട്ടോ. ഇത് ഇങ്ങോട്ട് വയ്ക്കാം, ഇത് ഇങ്ങോട്ട് വയ്ക്കാം. എവിടെ കയറി പോന്നു? അല്ല എവിടെ പോന്നേ? എവിടെ ചേട്ടത്തി വടി കണക്ക് ഒരാളിവിടെ നിൽക്കുന്നില്ല. അയാളത്ത് കാര്യം പറ, എവിടെ പോകുന്ന? അതുകൊണ്ടാ നീയൊക്കെ വടി പോലെ ഇവിടെ നിൽക്കുള്ളൂ. കാര്യം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. എന്റെ പൊന്നെ, എന്റെ റൂമിൽ കയറുന്നത് എന്റെ അടുത്ത് ഒരു അനുവാദം ചോദിക്കുന്നത്, എന്റെ റൂം പരിശോധിക്കുന്നത് എന്തിനാണ്? എന്റെ അടുത്ത് ചോദിച്ചാൽ പറ, ഞാൻ പരിഹരിച്ചു തരത്തില്ലേ? നീ പരിഹരിച്ചു തരുമോ? പിന്നെ പരിഹരിച്ചു തരുമല്ലോ. എന്റെ കൊക്കിന് ജീവനോടെ പരിഹരിച്ചു തരുമെന്ന്. പരിഹരിച്ചു തന്നില്ല ആ കൊക്കിനെ ഞാൻ തന്നെ കൊല്ലുകയും ചെയ്യും. കൊന്നോ? കൊന്നോ? തൂക്കുപാത്രം വേണം. തൂക്കുപാത്രം. തൂക്കുപാത്രോ? ഇവിടെ തൂക്കുപാത്രം ഒന്നുമില്ല. ആര് പറഞ്ഞു ഇവിടെ തൂക്കുപാത്രം ഉണ്ടെന്ന്? നീ അല്ലേ പറഞ്ഞ കണ്ടുപിടിച്ച് തരാന്ന്? എന്റെ പൊന്നെ അടുത്ത് ഇവിടെ തൂക്കുപാത്രം ഒന്നും ഇല്ല. എടാ സിന്ധു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു തൂക്കുപാത്രം ഉണ്ട്. എന്ത് ചെയ്ത്? എന്റെ ഇവിടെ ഈ റൂമിനകത്ത് തൂക്കുപാത്രം ഒന്നും ചേട്ടത്തിൽ താരം തൂക്കുപാത്രം ഉണ്ടെന്ന്. ഈ വീട്ടിൽ എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് ഈ മുറിയിലാണ്. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട് ചേട്ടൻ. ഇത് തന്നെ എന്റെ റൂമിൽ തൂക്കുപാത്രം ഒന്നുമില്ല. സത്യമായിട്ട് തൂക്കുപാത്രം ഇല്ലെന്ന് കുത്തോണം പറഞ്ഞല്ലോ. നീ ആ തൂക്കുപാത്രം കൊണ്ടു നടക്കുന്ന കണ്ടെന്ന്. ചേട്ടാ അങ്ങനെ പറഞ്ഞാ ചേട്ടൻ ചോദിക്കണല്ലോ. അവിടെ നിൽക്ക് സത്യം പറ. എന്റെ പൊന്നെ എടുത്ത് ഇവിടെ തൂക്കാത്രം ഒന്നുമില്ല. ചേട്ടൻ ചുമ്മാ പറയുന്നതായിരിക്കും. അഥവാ ഒരു സാധനം എടുത്തെന്ന് പറഞ്ഞു ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരും. അപ്പൊ നീ എടുത്തോ? അല്ല ഞാൻ എടുത്തിട്ടില്ല. എടുത്തെങ്കിലേ തിരിച്ചു തരാൻ പറ്റൂ. എന്റെ പൊന്നു കുഞ്ഞാ സിന്ധു ചേച്ചിയുടെ തൂക്കുപാത്രം അത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ പെണ്ണുമ്പിള്ള ഇനി ആവശ്യമില്ലാത്ത എല്ലാം വിളിച്ചു പറയും. എന്റെ കയ്യിൽ തൂക്കാത്രം ഒന്നും ഇല്ല. പറഞ്ഞില്ലേ? നീ 2 ഫോൺ ഒപ്പിച്ച്. എങ്ങനെ ഒപ്പിച്ച്? തൂക്കുപാത്രം വിറ്റാ എന്തായാലും 2 ഫോണുള്ള പൈസ കിട്ടൂല. എന്റെ പൊന്നെ ഇത് അമ്പിളിക്കുട്ടൻ, എന്റെ കൂട്ടുകാരൻ അമ്പിളിക്കുട്ടൻ. അവന്റെ ഫോണാ. അത് നന്നാക്കാൻ കൊണ്ട് തന്നെ. അയ്യേ നിനക്ക് എന്തറിയായിട്ട് നിന്റെ അടുത്ത് ഫോൺ നന്നാക്കാൻ കൊണ്ട് തന്നെ? എന്തറിയാന്നോ? ഇതിപ്പോ കത്തുന്നില്ലല്ലോ. ഇല്ല കത്തുന്നില്ല. അതിന്ന് തെറിച്ചു വീണ ശബ്ദമല്ലോ കേട്ടോ. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ തെറിച്ചു. അതൊന്നും കുഴപ്പമില്ല. അമ്പിളിക്കുട്ടന്റെ അല്ലേ, എന്റെ അല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കെ, ഇനി നാളെ ആരെങ്കിലും ഫോൺ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ അതൊക്കെ വന്ന് നിൽക്കരുത് കേട്ടോ. ഇവിടെ ആരും വരത്തില്ല. ഇപ്പൊ എന്താ പ്രശ്നം? തൂക്കുപാത്രം വേണം, ഫോൺ വേണം. തൂക്കുപാത്രം വേണം. തൂക്കുപാത്രം ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് തരാം. തരണം. കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് തരാം. അല്ല സെക്കൻഡ്, തൂക്കുപാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? നമ്മുടെ പാൽക്കാരൻ കാതറാക്കല്ലേ, പുള്ളിയുടെ സൈക്കിളിന്റെ ബാക്കിൽ പോയിട്ട്. എന്റെ പൊന്നെ ഞാൻ തൂക്കുപാത്രം ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് തരാം. ഒന്ന് റിലാക്സ് ആയിട്ട് നോക്കി കാണും. അപ്പുറത്തെ വീട്ടിൽ സിന്ധു ചേച്ചിയല്ലേ, അതുപോലെ കിണറ്റിലും കാണും. നല്ല സംശയം ഉണ്ടോ എനിക്ക് തന്നെ? അതെന്താ ഞാൻ എടുത്തിട്ടില്ലെന്ന്. കൊള്ളാമോ? കണ്ണാടി എനിക്ക് എടാ ഞാൻ ഇപ്പൊ വെച്ചല്ലേ ഉള്ളോ, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. വേണ്ട ഇപ്പൊ നിനക്ക് എന്തിന്? എനിക്ക് സ്റ്റൈല് നോക്കാനാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടോ, നിനക്ക് വെച്ച സ്റ്റൈൽ കാണൂല, എനിക്ക് വെച്ചല്ലേ സ്റ്റൈലുള്ളൂ. അല്ല എനിക്ക് വെച്ചാലാണ് സ്റ്റൈലുള്ള. അതാര് പറഞ്ഞു നിനക്ക് വെച്ച സ്റ്റൈലുണ്ടെന്ന്? ഇല്ല എനിക്ക് ശമിച്ച തന്നെ. അമ്മ അടുത്ത് പറഞ്ഞു വേറൊന്നും വാങ്ങിക്ക്. എടാ ഇത് നിന്റെ തന്നെ, ഒരു 2 മിനിറ്റ് വെച്ചിട്ട് തരാം മക്കളെ. വേണ്ട നീ ഇപ്പത്താ. എല്ലാം നല്ല നീല കളർന്ന്. അച്ഛാ എനിക്ക് ആ കണ്ണാടി തരാൻ പറ. ഫ്യൂച്ചർ പ്ലാനും കൊണ്ടാണ് വന്നേക്കുന്നത്. വെക്കേഷൻ ക്ലാസ്. വെക്കേഷൻ ക്ലാസ്സാ? സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ വിടാൻ പോണു നിന്നെ, ഞാനും അളിയനും കൂടെ. അതപ്പം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഞാനും വലുതാവുമ്പോ എങ്ങി പോവും. മക്കളും പോ. കംപ്ലീറ്റ് IPS IAS ആരാണ് ഇനി അങ്ങോട്ട്. ബുദ്ധിമുട്ടാവും. ഇല്ല പൊക്കോളാം. വല്ല പൊക്കോളാം. കളിയാക്കലായിട്ടുണ്ട് കട്ടറ കൊച്ചു തുരുമ്പേ. ഇല്ല 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 മാസത്തിനും പൊക്കോളാം. നീല കണ്ണാടിയാടേ. അച്ഛനെ കണ്ടിട്ട് ഇപ്പൊ സൂപ്പർമാനെ പോലെ ഉണ്ട്. വയറ് കുറച്ച് കുറയ്ക്കണം. അച്ഛൻ ഇപ്പൊ കണ്ടാലാണ് സൂപ്പർമാൻ. സൂപ്പർ മാത്രമുണ്ട്, മാനില്ല. പിടിച്ചോണ്ട് കിളിയാക്കിട്ട് ചിരിക്കാം. മാമ മറ്റേ തൂക്കുപാത്രം കണ്ടായിരുന്ന? തൂക്കുപാത്രം അതെടാ കഴിഞ്ഞില്ലേ തൂക്കുപാത്രം പ്രശ്നം? അത് കഴിഞ്ഞില്ല. എന്ത് അത് കിട്ടിയില്ല ഇതുവരെ. കിട്ടിയില്ലേ? വന്നോ ഇല്ല. കൊണ്ടുവാ.
യൂണിഫോം പാത്രം എവിടെ? പാത്രം തോന്നുന്നു. നിങ്ങളെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ തൂക്കുപാത്രം വാങ്ങിച്ചിട്ട് വരാം. തൂക്കുപാത്രം ഞാൻ പറഞ്ഞല്ലേ അവരുടെ മുഖത്തോട് വലിച്ചെറിയാൻ എനിക്ക് തൂക്കുപാത്രം വേണമെന്ന്. ഞാൻ വിചാരിച്ചു നീ എപ്പോഴേ കൈ കിട്ടിയ പാത്രം എടുത്ത് എപ്പോഴേ എറിഞ്ഞാണോ ഓരോ കൈ കിട്ടിയ പാത്രം എനിക്ക് പോരാ, എനിക്ക് തൂക്കുപാത്രം തന്നെ വേണം. ഇപ്പൊ നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വാ. ഇനിയിപ്പോ നാളെ ആവട്ടെ വാങ്ങിച്ചോണ്ട് വരാടി. നാളെ പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ തന്നെ അവരുടെ മുഖത്ത് എറിയണം. എടി എനിക്കാണെങ്കിൽ വന്നിട്ട് ക്ഷീണം, എനിക്ക് കുളിക്കണം, ആഹാരം കഴിക്കണം, ഒന്ന് കിടക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. ഈ തൂക്ക് പാത്രം എന്ത്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എനിക്ക് തൂക്കുപാത്രം തന്നില്ലേ, നിങ്ങൾ കുളിക്കത്തുമില്ല, കിടക്കത്തുമില്ല, ആഹാരവും കഴിക്കത്തില്ല. ഇതെന്ത് ശല്യം നോക്കി. ഇവരിപ്പോ തൂക്കുപാത്രത്തിൽ ഇവരെന്ത് ചെയ്യാമാണ്? ഇവര് ഉറങ്ങണ തൂക്കുപാത്രത്തിലാ? അതെനിക്കറിയത്തില്ല, അവരെന്തോ കാണിച്ചോട്ടെ. എനിക്ക് പക്ഷെ അവരുടെ മുഖത്ത് എറിയാൻ ഇപ്പൊ തൂക്കുപാത്രം വേണം. കേറി ഇരിക്കുക, അതിങ്ങോട്ട് വാ ഇങ്ങോട്ട്. ഇപ്പൊ തന്നെ ബാഗ് എടുക്കണ്ടേ? ബാഗ് ഒന്നും വേണ്ട, കയ്യിൽ വാങ്ങിച്ചോടെങ്കിൽ വന്നാ മതി. ശരിക്കും സൂപ്പർമാനായി. ഞാൻ തരൂല. അമ്മയുടെ തോർന്ന് വേറൊന്നും വാങ്ങിച്ചു ശമ്പുചേട്ടൻ. വാങ്ങിച്ചോളാം. കൊള്ളൂല. കൊള്ളൂലേ? കൊള്ളാല. മുത്തുവേണ, ഇത് ഭയങ്കര മോശം കേട്ടോ. ഇതെല്ലാം ചെയ്യുന്നേ. അതല്ല, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് സുമേഷ തൂക്കുപാത്രം എടുക്കുന്നത് നിങ്ങൾ കണ്ടെന്നാ? ആ പിന്നെ തൂക്കുപാത്രം എടുക്കണം, പിന്നെ അവനെ എടുക്കുള്ളൂ. വെറുതെ മാറ്റി വെച്ചോട്ടെ, മാറ്റി വെക്ക. എന്തിനും മാറ്റി വെക്കണം? ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന സർജറി എക്യുപ്മെന്റ് ആണിത്. നിങ്ങൾ ഇപ്പൊ സർജറി ചെയ്യണ്ട, ക്ലിനിക്കിന് വേണ്ടി പറ. നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടല്ലോ ഞാൻ സുമേഷിനോട് എന്ന് ചോദിച്ചിട്ട് ഞാൻ നാണം കിട്ടില്ലേ? ആ അവനെ എവിടെ നിന്ന് എന്തെങ്കിലും സാധനം കാണാതെ പോയി അവനെ എടുക്കുള്ളൂ. അവനല്ല എടുത്തത്. പിന്നെ വേറെ ആരും എടുക്കും? അച്ഛൻ എടുക്കൂല, ശിവ എടുക്കൂല, ഞാൻ എടുക്കൂല, വേറെ ആരും എടുക്കൂല. ആരെങ്കിലും ഇനി എവിടെയെങ്കിലും കൊണ്ട് മാറി വെച്ചതാണെങ്കിലോ? മറന്നുപോയിട്ട് ആ എവിടെ മറന്നു വെച്ചിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള സ്ഥലത്തെ മറന്നു വയ്ക്കുള്ളൂ. അപ്പൊ കാണാത്ത കാര്യം ചുമ്മാ ഇങ്ങനെ വെറുതെ അവന്റെ പേര് ആരോപണം ഉന്നയിക്കാവോ നിങ്ങള്? നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് പുതിയ തൂക്കുപാത്രം വാങ്ങിച്ചു കൊടുക്കാന്ന് പറ. അയ്യോ, അവർക്ക് പുതിയ തൂക്കുപാത്രം വേണ്ട. ഇത് അവരുടെ പാല് കാച്ചൻ അവരുടെ അമ്മൂമ്മ എങ്ങാണ്ട് സമ്മാനം കൊടുത്ത് അവർക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് വാ, പോയി നമുക്ക് നോക്കാം എവിടെയാണ്. ഞാൻ ഇത് കുറച്ചുകൂടെ ഇത് ഇതൊക്കെ വെച്ച് വല്ല ജീവികളെ കൊല്ലുന്നതിലും ഭേദം. വാ, തൂക്കുപാത്രം കണ്ടുപിടിക്കാൻ പാ. ഇങ്ങോട്ട് വന്നേ. എന്റെ സർജറി എക്യുപ്മെന്റ് നിങ്ങൾ ഒരു സർജറിയും ചെയ്യണം കൊണ്ട് നടക്കപ്പോ. എന്റെ ബേബികൾ എന്താടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്റെ പൊന്നു ദൈവമേ, വന്നാ ഇനിയെങ്കിലും എന്റെ പൊന്നമ്മേ എവിടെങ്കിലും പോകുമ്പോഴത്തേക്കും അയൽവക്കത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് അയൽവക്കത്തുനിന്ന് ആരെന്ത് സാധനം വാങ്ങിച്ചു? അമ്മ ഒന്നും വാങ്ങിച്ചില്ലേ? ചേട്ടൻ ഇവിടെ പനി പിടിച്ച് കിടന്നപ്പോഴത്തേക്കും അമ്മ സിന്ധു ചേച്ചിയുടെ അതിന് കഞ്ഞി വാങ്ങിച്ചില്ലേ? ഇവിടെ എന്നടി എനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയാമല്ലേ? ഞാനങ്ങ് വാങ്ങിച്ചില്ല അവളുടെ നിന്ന് കഞ്ഞിയൊന്നും. സത്യമായിട്ടും ഇല്ല. ഇല്ലെന്ന് ഉറപ്പ് പറയാമാ? ഇടി കഞ്ഞിയൊന്നും വാങ്ങിച്ചില്ലെന്ന്. ഇപ്പൊ കഞ്ഞിയാണോ നിന്റെ പ്രശ്നം? കഞ്ഞിയല്ല പ്രശ്നം, സിന്ധു ചേച്ചിയാണ് എന്റെ പ്രശ്നം. നോക്കിക്കോ, സിന്ധു ചേച്ചിനെ ഒടിച്ചു മുടക്കി ഞാനൊരു കുപ്പിയിലാക്കി അച്ചാറിട്ട് ആ അച്ചാറും കൂട്ടി ഞാൻ കഞ്ഞി കുടിക്കും. ശരിയാകും. പിങ്കി നീ ഒന്ന് നിന്നേ. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? എന്റെ അമ്മയെ ആ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചോറ്റുപാത്രം കൂടെ വാങ്ങിച്ചു. ആ ചോറ്റുപാത്രം തിരിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവരെന്നെ ഇനി പറയാനൊന്നും ബാക്കിയില്ലെന്നേ. എന്തായാലും അമ്മ വാങ്ങിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവരുടെ കാര്യം ഞാൻ ഏറ്റ്. അമ്മ ടെൻഷൻ ആവണ്ട. അടി പിങ്കി ഒന്ന് നിന്നേ. എന്താ അമ്മ? എടി ഒരു 3-4 മാസം മുമ്പേ ഞാൻ വാങ്ങിച്ചെന്നാ തോന്നുന്നത്. പക്ഷെ അതേ എനിക്ക് തലവേദന വന്നപ്പോഴാ. ഉത്തമന് പനി വന്നപ്പോ ഒന്നും വാങ്ങിച്ചല്ല. പനിയും തലവേദനയല്ല ഇവിടുത്തെ പ്രശ്നം. അമ്മ തൂക്കുപാത്രം വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കാൻ അറിയത്തില്ല അമ്മയ്ക്ക്. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എടുത്തും കൊടുത്താ പോരെ? ഇവിടെയൊക്കെ ഞാൻ തപ്പി, ഇവിടെ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണല്ലോ ദേഷ്യപ്പെടുന്നത്. എന്നാ പെട്ടെന്ന് എടുത്തിട്ട് പോയി. എനിക്ക് അവരുടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് എനിക്ക് 4 വർത്താനം അവരോട് പറഞ്ഞേ പറ്റുള്ളൂ. ഇതൊക്കെ എന്നതാ? ഇതൊക്കെ ഞാൻ ഇരുന്ന് തപ്പി പെറുക്കിക്കൊണ്ട് വന്നതാ. ഇവിടെ എങ്ങും ഇല്ല തൂക്കുപാത്രം. അമ്മ ശരിക്കും ആലോചിച്ചു, അമ്മ വാങ്ങിച്ചിട്ടുണ്ടാവത്തില്ല. അവരെന്നെ അമ്മാതിരി പറഞ്ഞു. അമ്മേ എടി നീ അടുക്കളയിൽ നോക്കാൻ മേലായിരുന്നോ? അവിടെയൊക്കെ കാണും. എന്റെ അമ്മ, ഞാൻ ഇനി വീട്ടിൽ നോക്കാൻ സ്ഥലമൊന്നും ഇല്ല, അതല്ലേ അമ്മേനോട് ചോദിക്കുന്നത്. എന്താ ഇല്ല കിട്ടിയാ? ഇതെന്താ? ഇതൊക്കെ എന്തുവാ? ഇത് ജംഗ്ഷനിലെ അണ്ണാച്ചിരി അലുമിനിയം കടയിൽ നിന്ന് കിട്ടിയതാ. അല്ല, ഇത് വീട്ടിന്റെ ഓരോരോ ഭാഗത്തുനിന്ന് കിട്ടിയതാ. അപ്പജി, ഈ പാത്രങ്ങളെല്ലാം സിന്ധു ആന്റിയുടെ പാത്രങ്ങൾ തന്നെ. പിന്നെ ഇതൊക്കെ സിന്ധു ആന്റിയുടെ പാത്രം നിനക്ക് എങ്ങനെ അറിയാം? ഇത് ചിലപ്പോ നമ്മുടെ ആയിരിക്കും. അച്ഛമ്മ ഇതിനകത്ത് കുറെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേരുള്ള ഒരു റിലേറ്റീവും നമുക്കില്ല. നോക്കുതാ, ഇതിനകത്തുള്ള പേര് സുന്ദരാമ്പാൾ. ഇങ്ങനെ പേരുള്ള ആരെങ്കിലും നമുക്ക് അറിയാമോ? ഏതെങ്കിലും റിലേറ്റീവ് നമുക്കുണ്ടാ? ഇതുണ്ടോ? അണ്ണാച്ചിമുക്ക് അമ്മിണിയമ്മ, അനീറ്റ കെ സണ്ണി, ആരെല്ലാം ഉണ്ടോ? ഇതുണ്ടോ? ശശികല സുപ്രജ. എടാ, ഇനി നമ്മുടെ അമ്മയുടെ വല്ല പരിചയക്കാരുമാണോ ഇതൊക്കെ? അമ്മിണിയമ്മയോ? ഒന്ന് ചുമ്മായിരിക്കണം അമ്മ. ഇത് മിക്കവാറും മൊത്തത്തിൽ സിന്ധു ചേച്ചിയുടെ തന്നെ ആയിരിക്കും. എന്നാലും ഉണ്ടല്ലോടാ, 20 പാത്രത്തോളം നമ്മുടെ വീട്ടിലാണെന്നാ പറഞ്ഞത്. ഈ പാത്രം കണ്ട? ഇത് മറ്റേ ഇവിടെ ഇവിടുന്ന് തൊഴുത്തിന്റെ ഇവിടെ കിട്ടിയ ആ അറ്റത്ത് മൂലക്ക് ആരും കൊണ്ട് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇതിനകത്തൊരു സാധനം കിടപ്പുണ്ടായിരുന്നു.
ഇവിടെ ചെറുക്ക ഇത് ഞാൻ ഷാമ്പു ഉണ്ടാക്കി വെച്ചിരുന്നത് അവിടെ. അയ്യോ ഷാമ്പു ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നോ? ആ ചെമ്പരത്തിയുടെ അതെന്ത് ചെയ്യേ? അയ്യോ ഞാൻ അന്നേരേ വിചാരിച്ചു വേറെ പാത്രത്തിൽ ഒഴിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് ഞാൻ കമത്തി കളഞ്ഞു. എന്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയോടാ. എന്നാ ഒരു സാധനം കളയുന്നതിന് മുമ്പ് ചോദിച്ചൂടാ വീട്ടിലുള്ളവരോട്. ചേടാ അപ്പത്തേക്ക് ഇപ്പൊ പാത്രം കൊടുത്ത് അഭിമാനം രക്ഷിക്കണോ അതോ ഷാമ്പു തേച്ച് മുടി അഭിമാനം അഭിമാനം രക്ഷിക്കണം. അതെനിക്ക് അഭിമാനം രക്ഷിച്ചാൽ മതി. നീ എനിക്ക് ചെമ്പരത്തി അരച്ചു തന്നോണം. ചെമ്പരത്തി അരച്ചെന്നുണ്ട്. ഇത് കണ്ടോ ഈ പാത്രം കണ്ടോ? ഇതിനകത്ത് അച്ഛൻ മറ്റേ പയറേടി ഇട്ട് വെച്ചിരുന്നേ. ഞാൻ ചൊരണ്ടി രൂപാട്ടുന്നുണ്ടോ? കറ പോലും പോയിട്ടില്ല അതിനകത്തിരിക്കുന്നു. ഇനി അച്ഛൻ വരുമ്പോ നല്ലത് വായിന്ന് കിട്ടും കേട്ടോ. എന്തായാലും തപ്പ് ഇനിയുണ്ട് 20 പാത്രം ഉണ്ടെന്നാ പറഞ്ഞ. 20 പാത്രം തപ്പ്. നല്ല പാത്രം നല്ല പാത്രം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോകും. മതിന്റെ പാത്രം വാങ്ങിച്ചിട്ടാ. അതിന് ആ വീട്ടിലെ അടുക്കള എവിടെ? ആ വീട്ടിലെ അടുക്കള എവിടെ? തമാശയാണോ? അപ്പുറത്തൂടെ ഇത് കഴിഞ്ഞല്ലേ വന്നു. ഇത് വഴി പമ്പ ഒന്നുകൂടെ പറഞ്ഞ ഒരു അതൊന്നും പറയാ. വേണ്ട ഇനി അളിഞ്ഞു. 2, 4, 6, 8, 10, 12. ഒരെണ്ണം കൂടെ കുറവില്ലേ? ഒരെണ്ണം അപ്പൊ കറക്റ്റായി. ഇപ്പൊ സിന്ധു ചേച്ചിക്ക് കൊടുക്കാനുള്ള എല്ലാ പാത്രമായിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരുടെ വായിരിക്കാൻ മുഴുവൻ ചീത്ത കേൾക്കേണ്ടി വന്നേ ഉള്ളൂ. ചേട്ടൻ ഞങ്ങളെ പറ്റി എന്ത് വിചാരിച്ച്? കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അല്ലാത്ത എനിക്കൊരു ഡൗട്ട്. ഇതിനകത്ത് ഏതാണ് പുള്ളിക്കാരി അന്വേഷിച്ചോണ്ടാണെന്ന പാത്രം? അതോ ആയിരിക്കും. ഇതല്ലേ തൂക്കുപാത്രം? അയ്യേ ഇതായിരുന്നു. അതെന്താ നിനക്കൊരു പുച്ഛം? അല്ല ഈ അടുക്ക് പാത്രം ഏതാ അപ്പം? തൂക്കുപാത്രം അങ്ങനെന്താ പറയുന്നത്? അത് ചോറ്റുപാത്രം. ഇതല്ലേ? ഇത് ഡവറകള്. ഇത് കുടിക്കുന്ന ഗ്ലാസ്. മതി, അതൊക്കെ എനിക്കറിയാം കേട്ടോ. അല്ല അപ്പച്ചി നമ്മൾ ഈ സംഭവങ്ങളെല്ലാം സിന്ധുവാനിയുടെ വീട്ടിൽ എങ്ങനെ എത്തിക്കും? അത് സിമ്പിൾ അല്ലേ. നമ്മൾ ഇവിടുന്ന് സിന്ധു ചേച്ചിന്ന് വിളിക്കുന്നത്, എന്നിട്ട് അങ്ങോട്ടേക്ക് ഓരോന്നായിട്ട് എറിഞ്ഞു കൊടുക്കുക. അങ്ങനെ അറിയണ്ട. എന്തായാലും ഇത്ര ആയില്ലേ, ഇതൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. അതെ കൊടുക്കാൻ പോകുന്നോളൂ. ഇനി അടുത്ത വഴക്കുണ്ടാക്കിയിട്ട് വരരുത്. ഇല്ലെന്ന് സാര വീടല്ലേ? ഞാൻ ഒന്ന് പിടിക്കണോ? എന്തൊരാവേശം കൊണ്ട് കൊടുക്കാൻ. നീ പോകുന്നില്ലേ കൊണ്ട് കൊടുക്കാൻ? ഞാൻ പോയാൽ ചിലപ്പോ അവരെ അടിച്ചിട്ടേ വരുള്ളൂ. എന്താടാ പാത്രം കിട്ടിയോ? 20 പാത്രം ഉണ്ട് കേട്ടോ. പിടിച്ചോ. 1 അല്ല പാത്രം അല്ല ചേച്ചി പിടിച്ചാ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തോന്ന്? ഇനി ഇവിടുന്ന് എന്ത് സാധനം കഴിക്കാൻ ചോദിച്ചാലും അവിടുത്തെ പാത്രത്തിൽ ഇങ്ങോട്ട് കൊടുക്കണ്ട. ആടി അത് പറഞ്ഞപ്പോഴാ. പാത്രം പിടിച്ചില്ലായിരുന്നു ചേച്ചി. എടി നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, തരട്ടെ? വേണ്ട. അയ്യോ വേണം ഉണ്ണിയപ്പം വേണം. എടാ ഇങ്ങനെയാണ് പാത്രം ഇടുന്നേടാ. പാത്രം കൈ തരാ. തരട്ടെ? എടുക്കട്ടെ? വേണം. എടി എന്തുവാടി പിള്ളേർക്കല്ലേ കൊടുക്കണേ? പിള്ളേർക്ക് കൊടുക്കുന്നെങ്കിലും വേണ്ട. ഇവിടെ ഉണ്ണിയപ്പം കാണാതെ കിടക്കുമല്ല ആരും. ഉണ്ണിയപ്പം വേണം ചേച്ചി. പാത്രത്തിൽ എടുത്തോ. 2 കൊടുത്തു. തന്നെ പാത്രത്തിൽ എടുത്തോ. ഇത് പിടിച്ചോ. നീ വലിയ പ്ലേറ്റ് തരാൻ പറ. വലിയ പ്ലേറ്റ്. ഇവിടെ വേണ്ട കേട്ടോ ഉണ്ണിയപ്പം. ചേച്ചി വേണം ചേച്ചി. ഇന്നാ എടുത്തോ. വേണോ വേണ്ടേ? ഉറപ്പ് പറ. വേണം വേണ്ട വേണം വേണ്ട വേണം വേണം